നമസ്കാരം. പ്ലസ് ടു ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്ററായ മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് കറണ്ട്, ഈ ചാപ്റ്ററിലെ 2ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർസ്റ്റഡ് എക്സ്പെരിമെൻറ്റ് ഡെമോൺസ്ട്രേഷൻ കണ്ടിരുന്നു. അതുപോലെ തന്നെ ആ എക്സ്പെരിമെൻറ്റിൽ നിന്ന് കിട്ടിയ ഒബ്സർവേഷൻസ് ആൻഡ് കൺക്ലൂഷൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ആൻഡ് വി ഹാവ് സീൻ ദാറ്റ് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ can produce a magnetic field, and strength of the magnetic field and direction of magnetic field depends on what all factors. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചതാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന ടോപ്പിക്കാണ്. ഓക്കെ, മാഗ്നറ്റിക് ഫോഴ്സ് നമുക്കറിയാം. ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ പഠിച്ചു. A charge at rest produces an electric field. Equation നമുക്കറിയാം, E equal to Q by 4 pi epsilon 0 R square R cap. R cap is unit vector along R. Now if you place another charge in that electric field, അതായത് നമ്മളൊരു സ്മോൾ q എന്ന ചാർജ്, if it is placed in an external electric field, it experiences a force given by F equal to QE. ഇതൊക്കെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ആൻഡ് എഫ് ഈക്വൽ ടു ക്യു ഇ എന്നുള്ളതിൽ ഇക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് എഫ് ഈക്വൽ ടു ക്യു ക്യു ബൈ 4 pi epsilon 0 R square. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ്. ദാറ്റ് ഈസ് എ കേസ് ഓഫ് സ്റ്റാറ്റിക് ചാർജസ് ഓർ ചാർജസ് അറ്റ് റെസ്റ്റ്. ഈ ലെസൺ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മൂവിങ് ചാർജസ് എന്ന കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ കറണ്ട്. മൂവിങ് ചാർജാണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ മൂവിങ് ചാർജസ് ഓർ കറണ്ട്, അതിൻ്റെ ഇഫക്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എ സ്റ്റാറ്റിക് ചാർജ് പ്രൊഡ്യൂസസ് എൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് എ ചാർജ് പ്ലേസ്ഡ് ഇൻ എൻ ഇലക്ട്രിക് ഫീൽഡ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. അങ്ങനെയെങ്കിൽ നമ്മൾ പോസ്റ്റഡ് എക്സ്പെരിമെൻറ്റിൽ കണ്ടു, എ മൂവിങ് ചാർജ് ദാറ്റ് ഈസ് കറണ്ട് ക്യാൻ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, എ മൂവിങ് ചാർജ് ക്യാൻ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ്. അതാണ് ഓർസ്റ്റഡ് എക്സ്പെരിമെൻറ്റിൽ നിന്ന് കിട്ടിയ കൺക്ലൂഷൻ. അപ്പോൾ ആ കേസിലുള്ള ഫോഴ്സ് എന്തായിരിക്കും നമുക്ക് നോക്കാം. സോ ജസ്റ്റ് ലൈക്ക് സ്റ്റാറ്റിക് ചാർജ് പ്രൊഡ്യൂസ് എൻ ഇലക്ട്രിക് ഫീൽഡ്, എ മൂവിങ് ചാർജ് പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ B. B of R represents magnetic field at a particular point. Okay, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടല്ലോ. ഇലക്ട്രിക് ഫീൽഡ് ഡിപ്പെൻഡ്സ് ഓൺ ഡിസ്റ്റൻസ് R. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസ്റ്റൻസ്. അപ്പോൾ ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് ഡിസ്റ്റൻസ് എന്ന് കാണിക്കുന്നതിനാണ് നമ്മൾ B of R എന്ന് റെപ്രസെൻറ്റ് ചെയ്തത്. ക്യാപിറ്റൽ B സിമ്പിളായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെൻറ്റ് ചെയ്യാം. ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. And just like electric field, magnetic field also obeys the principle of superposition. The electric field detail ആയിട്ട് നമ്മൾ കണ്ടതാണ് principle of superposition. എന്താണ് the field, the total field at a point is the vector sum of fields due to individual charges. അതേ രീതിയിൽ തന്നെ the total magnetic field due to many sources is the vector sum of magnetic fields due to individual sources. അപ്പോൾ ആ രീതിയിൽ സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ, ഇപ്പോൾ ഒന്നിൽ കൂടുതൽ, ഇപ്പോൾ സോഴ്സ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? സി വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്? എ സ്റ്റാറ്റിക് ചാർജ്. ഓക്കെ, സിമിലർലി വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്? ഇറ്റ് ഈസ് എ മൂവിങ് ചാർജ് ഓർ കറണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സോഴ്സായിട്ട് നമുക്ക് ഒന്നുകിൽ മൂവിങ് ചാർജ് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ കറണ്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ സോഴ്സ് ഓഫ് ഒന്നിൽ കൂടുതൽ സോഴ്സസ് ഉണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് മോർ ദാൻ വൺ സോഴ്സ്, then the magnetic field at a particular point is the vector sum of magnetic fields due to individual sources. അതാണ് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ. ഇനി എന്താണ് ലോറൻസ് ഫോഴ്സ്? അപ്പോൾ നമ്മൾ കണ്ടു, when a charge is placed in an electric field, it experiences a force QE. Okay, now what happens if a charge is moving with velocity v in a region of both electric and magnetic fields? Okay,
charge Q is moving with velocity V in a region of both electric and magnetic field. Electric field and magnetic field act in a region ഒരു ചാർജ് മൂവ് ചെയ്യുകയാണെങ്കിൽ what is the net force? അങ്ങനെയുള്ള നെറ്റ് ഫോഴ്സിനാണ് നമ്മൾ ലോറൻസ് ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, സോ ലോറൻസ് ഫോഴ്സ് ഇസ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ചാർജ് മൂവിങ് in the region of both electric and magnetic field. Electric fieldum magnetic fieldum act ചെയ്യുന്ന ഒരു റീജിയനിൽ കൂടി മൂവ് ചെയ്യുന്ന ഒരു ചാർജിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് ആണ് magnetic force. Okay, or we can write the Lorentz force F equal to F electric plus F magnetic. F electric means force due to electric field and F magnetic means force due to magnetic field. Okay, the total force is known as Lorentz force. It is named after the scientist. Now, what is the equation for that Lorentz force? Force due to electric field we know F is equal to QE. Okay, and force due to magnetic field is QV cross B. Okay, force due to magnetic field is given by QV cross B. So F can be written as Q into E of R plus V cross B of R. നേരത്തെ പറഞ്ഞ പോലെ E of R shows that electric field depends on distance. Similarly, V of R shows that magnetic field depends on distance. അതായത് ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ ഫീൽഡ് എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ പോയിന്റിലേക്ക് സോഴ്സിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്ന അർത്ഥം. അപ്പോൾ ലോറൻസ് ഫോഴ്സ് എന്താണെന്നാണ് പറഞ്ഞത്? ഇറ്റ് ഈസ് ദി net force acting on a moving charge in a region of both electric and magnetic field. Electric fieldum magnetic fieldum act ചെയ്യുന്ന ഒരു റീജിയനിൽ കൂടി മൂവ് ചെയ്യുന്ന ഒരു ചാർജിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് ആണ് ലോറൻസ് ഫോഴ്സ്. അപ്പോൾ അതിൽ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുള്ള ഫോഴ്സാണ് QE, മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുള്ള ഫോഴ്സാണ് QV cross B. So what is the total force or what is the Lorentz force? QE plus QV cross B. Okay, where E അല്ലെങ്കിൽ E of R വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ E of R എന്ന് തന്നെ ഉപയോഗിക്കാം നമുക്ക്. So E of R is the intensity of electric field at the given point and V of R is the intensity of magnetic field at the given point and V is the velocity. അപ്പോൾ Q ആണ് ചാർജ്, E ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ദെൻ B മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഓൾസോ V ഇസ് ദി വെലോസിറ്റി. ഒരു മൂവ് ചെയ്യുന്ന ചാർജിനെ സംബന്ധിച്ച കാര്യമാണ് നമ്മൾ പറയുന്നത്. V ഇസ് ദി വെലോസിറ്റി. അപ്പോൾ ഈ ടോട്ടൽ ഫോഴ്സിനാണ് നമ്മൾ ലോറൻസ് ഫോഴ്സ് എന്ന് പറയുക. ഈ ലോറൻസ് ഫോഴ്സിൽ ദ ഫസ്റ്റ് പാർട്ട് ഇസ് ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് സെക്കൻഡ് പാർട്ട് ഗിവ്സ് യു ദ ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ്. A force due to magnetic field is known as magnetic Lorentz force. Okay, so what is the force due to magnetic field? ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം QV cross B. QV cross B gives you the force due to magnetic field. നോക്കാം, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ this force is first given by H.A. Lorentz based on some experiments. Okay, experimentally ഒബ്സർവ് ചെയ്ത കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഇക്വേഷൻസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലോറൻസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലോറൻസ് ഫോഴ്സ് അതിനുള്ള ഇക്വേഷൻ ഒക്കെ കണ്ടെത്തിയത്. അപ്പോൾ ഇറ്റ് ഈസ് കോൾഡ് ലോറൻസ് ഫോഴ്സ് ആൻഡ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് മീൻസ് വാട്ട്? ഇറ്റ് ഈസ് എ ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ് ഓൺ എ മൂവിങ് ചാർജ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൂടി മൂവ് ചെയ്യുന്ന ഒരു ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, ഫോഴ്സ് ആക്ടിങ് ഓൺ എ മൂവിങ് ചാർജ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ആൻഡ് വാട്ട് ഈസ് ദാറ്റ് ഈക്വൽ ടു? FM equal to QV cross B or it is QVB sin theta n cap. അപ്പോൾ അവിടെ QVB sin theta n cap. Q നമുക്കറിയാം, ഇറ്റ് ഇസ് ചാർജ്, V velocity, B magnetic field intensity, and what is theta? Theta is the angle between velocity and magnetic field. വെലോസിറ്റിയുടെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. ആൻഡ് എൻ ക്യാപ് ഗിവ്സ് യു ദ യൂണിറ്റ് വെക്റ്റർ. നിങ്ങൾ +1 ക്ലാസ്സിൽ പഠിച്ചതാണ്
cross product. Okay, this is the cross product of velocity and magnetic field. So you have QVB sine theta n cap. N cap is a unit vector perpendicular to the plane containing V and B. Okay, we cross product on what all factors this magnetic Lorentz force depend upon? Magnetic Lorentz force depend on. First one depends on the charge of the particle Q. Okay, equation is clear. Depend. Second point, it depends on velocity of the particle V. Then depends on the magnetic field B. Also on the angle between V and B. These 4 കാര്യങ്ങളാണ് magnetic Lorentz force depend ചെയ്യുന്നത്. QVB sin theta depends on charge, then velocity, then magnetic field and theta. Theta angle between the velocity and magnetic field. These 4 factors the magnetic Lorentz force depend ചെയ്യുന്നത്. Okay, അപ്പോൾ ഇതിൻ്റെ force ആയതുകൊണ്ട് തന്നെ it's a vector quantity. Magnetic Lorentz force is a vector quantity. ആ vector quantityയുടെ magnitude എത്രയാണ്? QVB sin theta. What is its direction? Direction is given by n cap. N cap in direction എങ്ങനെയാ? Perpendicular to plane containing vector V and vector B. അതായത് വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇതിൻ്റെ ഡയറക്ഷൻ, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ഇനി അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെ കിട്ടും എന്നുള്ളത് നോക്കാം. ഓക്കെ, ആ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് സ്പെഷ്യൽ കേസസ് നോക്കാനുണ്ട്. അതും കൂടി പരിശോധിച്ചിട്ട് ഡയറക്ഷനിലേക്ക് പോകാം. അപ്പോൾ സ്പെഷ്യൽ കേസസ് ഇക്വേഷൻ ഇതാണ്. FM, the magnetic Lorentz force equal to QV cross B or QVB sin theta n cap. Now special cases, first one, if V equal to 0, അതായത് velocity 0. Velocity 0 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? Charge is at rest. Okay, charge റെസ്റ്റിലാകുമ്പോൾ what is the magnetic Lorentz force? It is 0. Charge റെസ്റ്റിലാകുമ്പോൾ the magnetic Lorentz force is 0. That means the magnetic Lorentz force is acting only if the charge is moving in a magnetic field. Okay, that means only a moving charge experiences a force in a magnetic field. Okay, so actually this magnetic Lorentz force is due to the interaction between two magnetic fields. രണ്ട് മാഗ്നറ്റിക് ഫീൽഡ്സ് കാരണമുള്ള ഇൻട്രാക്ഷൻ കാരണമാണ് ഈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഉണ്ടാകുന്നത്. ഏതൊക്കെയാണ് രണ്ട് മാഗ്നറ്റിക് ഫീൽഡ്? ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ ചാർജസ് മൂവിങ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, അവിടെ കൺസിഡർ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫീൽഡ്. രണ്ടാമത്തേത് ചാർജ് മൂവ് ചെയ്യുമ്പോൾ, ചാർജ് മൂവ് ചെയ്യുക എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇക്വാലൻറ്റ് ടു കറൻറ്റ്. And whenever you have a moving charge or current, it produces a magnetic field. Okay, so when a charge is moving in a magnetic field, there are two magnetic fields. One is the external magnetic field and the other is the magnetic field produced due to the motion of charge അല്ലെങ്കിൽ current. അപ്പോൾ ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ്സിൻ്റെ ഇൻട്രാക്ഷൻ കാരണമാണ് ഈ ഫോഴ്സ്, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ചാർജ് റെസ്റ്റിലാണെങ്കിൽ എന്താ സ്ഥിതി? ദെൻ ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? ചാർജ് റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിലുള്ള ചാർജ് കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, സോ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ദർ ഇസ് ഓൺലി വൺ മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഇസ് ദി എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, or there is no interaction between the two magnetic fields and hence no force. Okay, അപ്പോൾ the magnetic Lorentz force, the charge experiences the magnetic Lorentz force only if it is moving in a magnetic field. Now second point, if theta equal to 0, if the velocity and magnetic fields are parallel or anti-parallel, theta 0 means velocity and magnetic fields are parallel. Anti-parallel ആകുമ്പോൾ തീറ്റ ഈക്വൽ ടു 180 degree. In that case also FM equal to 0. Okay, that means no force acts on the charge. അതായത് if particle is moving, if the charged particle is moving parallel to magnetic field or anti-parallel, then force acting, the magnetic Lorentz force acting on the particle is equal to 0.
ഓക്കെ, അപ്പോൾ ഇപ്പോൾ പറഞ്ഞ രണ്ട് സിറ്റുവേഷൻസിൽ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് 0 ആണ്. ചാർജ് റെസ്റ്റിലാണെങ്കിൽ 0 ആണ്, ചാർജ് പാരലായിട്ട് അല്ലെങ്കിൽ ആൻറ്റി പാരലായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിലും 0 ആണ്. എന്ന് പറഞ്ഞാൽ സപ്പോസ് യു ആർ ഗിവൺ എ ക്വസ്റ്റ്യൻ, എ പാർട്ടിക്കിൾ എൻറ്റേഴ്സ് എ മാഗ്നറ്റിക് ഫീൽഡ്, okay, with a particular velocity, it enters a magnetic field parallel to the field, then in what way does its path be deviated എന്ന് ചോദിച്ചാൽ എന്താ പറയാൻ പറ്റുക? അതായത് ഒരു പാർട്ടിക്കിൾ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയോടുകൂടി ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്നു. എങ്ങനെ എൻ്റർ ചെയ്യുന്നു? മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൽ ഈ പാർട്ടിക്കിളിന് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പാത്തിന് ഏത് തരത്തിലുള്ള ഡീവിയേഷൻ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ എന്താ പറയാൻ പറ്റുക? ചിലപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പിലൊക്കെ ചോദിക്കാറുണ്ട്. എന്താ പറയാൻ പറ്റുക? ദ പാർട്ടിക്കിൾ വിൽ നോട്ട് ബി ഡീവിയേറ്റഡ് ഫ്രം ദി ആക്ച്വൽ പാത്ത് അല്ല. എന്താ കാരണം? ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ആക്റ്റഡ് അപ്പോൺ ബൈ എനി ഫോഴ്സ്. എപ്പോഴാണ് ഒരു മൂവിങ് ബോഡിയുടെ പാത്തിൽ ഡീവിയേഷൻ ഉണ്ടാവുക? വെൻ ഇറ്റ് ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ എ ഫോഴ്സ് അല്ല. ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴാണ് ഒരു മൂവിങ് ബോഡിയുടെ പാത്തിൽ ഡീവിയേഷൻ ഉണ്ടാവുക. അപ്പോൾ ഈ കേസിൽ ചാർജ് പാരലായിട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ പാർട്ടിക്കിളിന് ഡീവിയേഷൻ ഒന്നും ഉണ്ടാവില്ല. അത് ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ ഡയറക്ഷനിൽ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, നൗ മൂന്നാമത്തെ സ്പെഷ്യൽ കേസ് തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി, ദാറ്റ് ഇസ് എഫ് എം ഈക്വൽ ടു ക്യൂ വി ബി സൈൻ 90 വിച്ച് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി ആൻഡ് ദാറ്റ് ഇസ് ദി മാക്സിമം വാല്യൂ. അപ്പോൾ ഇവിടെ ക്യൂ വി ബി ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫോഴ്സ് വേരി ചെയ്യുന്നത് തീറ്റ ആംഗിളിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ആ കേസിൽ തീറ്റ എവിടെയാണ് മാക്സിമം ആവുക അവിടെയായിരിക്കും ഫോഴ്സ് മാക്സിമം ആവുക. അങ്ങനെയുള്ള സിറ്റുവേഷനാണ് തീറ്റ 90 ഡിഗ്രി, അതായത് ചാർജസ് മൂവിങ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്. സോ ഇഫ് ദ ചാർജ് മൂവ്സ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്, ദ മാക്സിമം ഫോഴ്സ് ഇസ് ആക്ടിങ് ഓൺ ഇറ്റ്. ഓക്കെ, മാക്സിമം ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ചാർജ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് മൂവ് ചെയ്യാന്നുള്ളത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, അപ്പോൾ നമ്മൾ പറഞ്ഞു മാഗ്നിറ്റ്യൂഡ് ക്യൂ വി ബി സൈൻ തീറ്റ. ഡയറക്ഷൻ എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞു? ഡയറക്ഷൻ ഇറ്റ്സ് എ വെക്റ്റർ പ്രോഡക്റ്റ്. വെക്റ്റർ പ്രോഡക്റ്റിൻ്റെ ഡയറക്ഷൻ നമുക്ക് സാധാരണ എങ്ങനെയാണ് കിട്ടുക? ഇറ്റ് ഈസ് നമുക്കറിയാം, കഴിഞ്ഞ വർഷം പഠിച്ചാണ്, എ ക്രോസ് ബി ഇസ് എ വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി അല്ലേ. അപ്പോൾ ക്യൂ വി ക്രോസ് ബി എന്നുള്ളത് ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി പെർപെൻഡിക്കുലർ ടു വി ആൻഡ് ബി. ഓക്കെ, അപ്പോൾ വെലോസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലറായിട്ടായിരിക്കും ഏതിൻ്റെ ഡയറക്ഷൻ? ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അതുതന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ കണ്ടുപിടിക്കാം. ഇറ്റ് ഈസ് ഗിവൺ ബൈ സ്ക്രൂ റൂൾ, റൈറ്റ് ആൻഡ് സ്ക്രൂ റൂൾ ഫോർ വെക്റ്റർ പ്രോഡക്റ്റ്. വെക്റ്റർ പ്രോഡക്റ്റിൻ്റെ ഡയറക്ഷൻ എ ക്രോസ് ബി, ആ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ റൂൾ പഠിച്ചിട്ടുണ്ട് +1. ഇറ്റ് ഈസ് റൈറ്റ് ഹാൻഡ് റൂൾ, ഓക്കെ, ഓർ സ്ക്രൂ റൂൾ. ആ റൂൾ ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി മറ്റൊരു റൂളും കൂടി നമുക്ക് ഈ കേസിൽ ഉപയോഗിക്കാം. ദാറ്റ് ഈസ് കോൾഡ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, ഇത് നിങ്ങൾ മുമ്പ് പഠിക്കാത്തൊരു റൂളാണ്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. എങ്ങനെയാണ് ഈ റൂൾ എന്ന് നോക്കൂ. ഇഫ് വി സ്ട്രെച്ച് ദ forefinger, middle finger and thumb of left hand mutually perpendicular എന്ന് പറഞ്ഞാൽ എന്താണ്? ലെഫ്റ്റ് ഹാൻഡിൻ്റെ ആദ്യത്തെ 3 വിരൽ, forefinger മീൻസ് ചൂണ്ട് വിരലും, മിഡിൽ ഫിംഗർ നടുവിലത്തെ വിരലും ആൻഡ് തമ്പ്, 3ഉം മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ട് ഹോൾഡ് ചെയ്യാം. ഓക്കെ, ഒന്ന് പിടിച്ച് നോക്കാം. നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഫസ്റ്റ് 3 ഫിംഗേഴ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ട് ഹോൾഡ് ചെയ്യാം. ആൻഡ് forefinger in the direction of magnetic field. എങ്ങനെ ഹോൾഡ് ചെയ്യണം? forefinger should be in the direction of magnetic field, middle finger in the direction of motion of positive charge അല്ലെങ്കിൽ കറൻറ്റ്, ഏതാണോ നമുക്ക് തന്നിട്ടുള്ളത് അത്. Then thumb gives the direction of force experienced by the charged particle. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഫസ്റ്റ് 3 ഫിംഗേഴ്സ് ഹോൾഡ് ഇറ്റ് മ്യൂച്വലി പെർപെൻഡിക്കുലർ. forefinger should be in the direction of magnetic field. Then middle finger പോസിറ്റീവ് ചാർജിൻ്റെ മോഷൻ്റെ ഡയറക്ഷൻ ആയിരിക്കണം. ഓക്കെ, along the direction of motion of charge or current. Direction of motion of charge എന്ന് പറയുന്നത് എന്താണ്?
current, direction of current. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ the thumb gives the direction of force. അതിൻ്റെ ഒരു ഫിഗർ നമുക്ക് നോക്കാം, ഏത് രീതിയിലാണ് ഫിംഗേഴ്സ് ഹോൾഡ് ചെയ്യാന്ന് കാണിക്കുന്നത്. നോക്കൂ, ലെഫ്റ്റ് ഹാൻഡിൽ 3 ഫിംഗേഴ്സ്, തമ്പ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. തമ്പ് അത് കിട്ടുന്നതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കുക. ദെൻ 4 ഫിംഗർ ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആയിരിക്കണം, മിഡിൽ ഫിംഗർ കറണ്ടിൻ്റെ ഡയറക്ഷൻ ആയിരിക്കണം അല്ലെങ്കിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആയിരിക്കണം. ദെൻ തമ്പ് ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റൂള് നമുക്ക് ഇനിയും ആവശ്യമുണ്ട്, അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സോ അപ്പോൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് F is equal to QVB. അതിൽ നിന്ന് നമുക്ക് B equal to എന്താണെന്ന് എഴുതാം, F/QV. അതിൽ നിന്ന് യു ക്യാൻ ഗെറ്റ് ദ ഡയമെൻഷൻസ് ഓഫ് B. വാട്ട് ഇസ് ദ ഡയമെൻഷൻ ഓഫ് B? B equal to F/QV. So dimension of B equal to dimension of F/QV. അവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ what is the dimension or what is the unit? യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് പെർ കൂളോം മീറ്റർ. ഓക്കെ, ന്യൂട്ടൺ സെക്കൻഡ് പെർ കൂളോം മീറ്റർ, അതാണ് യൂണിറ്റ് വരിക. ഈ യൂണിറ്റിനെ ഇറ്റ് ഇസ് നോൺ ആസ് ടെസ്ല, ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ T. അപ്പോൾ SI സിസ്റ്റത്തിൽ the unit of magnetic field intensity is Tesla. It is denoted by capital T. ഇത് നമ്മുടെ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള നിക്കോള ടെസ്ലയുടെ ബഹുമാനാർത്ഥം ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ടെസ്ല. ആൻഡ് ടെസ്ല ഇസ് എ ലാർജ് യൂണിറ്റ്, ദ സ്മോളർ യൂണിറ്റ് ഇസ് ഗോസ്. സാധാരണ രീതിയിൽ ടെസ്ല വലിയൊരു യൂണിറ്റാണ്, പക്ഷേ ചെറിയ യൂണിറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ മെഷർമെൻറ്റിന് ഉപയോഗിക്കുന്ന ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് ഗോസ് ആണ്. ആൻഡ് 1 ഗോസ് ഇസ് 10⁻⁻⁴ ടെസ്ല. ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. 1 ഗോസ് എന്ന് പറയുന്നത് SI യൂണിറ്റ് അല്ല, CGS യൂണിറ്റിൽ വരുന്നതാണ്. ആൻഡ് 1 ഗോസ് ഇസ് 10⁻⁴ ടെസ്ല. ആൻഡ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് സാധാരണ ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 3.6 × 10⁻⁵ ടെസ്ല. അതൊരു എക്സാമ്പിൾ കൊടുത്തതാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിൾ. ഇപ്പോൾ ടെസ്ല പറയുമ്പോൾ 10⁻⁵. ഓക്കെ, 3.6 × 10⁻⁵ ടെസ്ലയാണ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. എന്താണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്, അതെങ്ങനെ കണ്ടുപിടിക്കും, മാഗ്നിറ്റ്യൂഡ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഡയറക്ഷൻ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഈ കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. താങ്ക് യു.